രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രി നടത്തിയ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. മഹാത്മാഗാന്ധിയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ 1982 പുറത്തിറങ്ങിയ ഗാന്ധി സിനിമ വേണ്ടിവന്നു എന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. പ്രധാനമന്ത്രിക്കെതിരെ പരിഹാസവുമായി രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രതിപക്ഷ നേതാക്കളാണ് രംഗത്തെത്തിയത്. സൈബർ ഇടത്തിലും പരിഹാസത്തിന് കുറവില്ല. പ്രധാനമന്ത്രി പറഞ്ഞതിന് എത്രത്തോളം വസ്തുതകളുടെ പിൻബലമുണ്ട് എന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. എൻ്റെ പേര് ശരത്ത്, ഏവർക്കും സ്വാഗതം. ABP ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വിവാദ അഭിപ്രായ പ്രകടനം. പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: 75 വർഷത്തിനിടെ ഗാന്ധിയെക്കുറിച്ച് ലോകത്തെ മുഴുവൻ അറിയിക്കേണ്ട ഉത്തരവാദിത്വം രാജ്യത്തിനുണ്ടായിരുന്നില്ലേ? ആരും അദ്ദേഹത്തെ അറിഞ്ഞില്ല. നിർഭാഗ്യവശാൽ ഗാന്ധി സിനിമ നിർമ്മിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് ലോകത്തിന് അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ ആകാംക്ഷയുണ്ടായത്. പക്ഷെ നമ്മളത് നിറവേറ്റി കൊടുത്തില്ല. മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയെയും ലോകം തിരിച്ചറിഞ്ഞെങ്കിൽ അവരെക്കാൾ ഒട്ടും പുറകിലല്ലാത്ത ഗാന്ധിക്ക് എന്തുകൊണ്ട് ആ അംഗീകാരം കിട്ടിയില്ല? ലോകമാകെ സഞ്ചരിച്ച ശേഷമുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകളാണ് വലിയ വിവാദത്തിന് വഴി തുറന്നത്. എന്നാൽ ഈ പറയുന്നതിൽ എത്രത്തോളം വസ്തുതയുണ്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി പ്രധാനമന്ത്രി അഭിമുഖത്തിൽ പരാമർശിച്ച മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയുടെയും കാര്യമെടുക്കാം. US മനുഷ്യാവകാശ പ്രവർത്തകനായ മാർട്ടിൻ ലൂതർ കിങ്ങും വർണ്ണവിവേചന പോരാളിയായ നെൽസൺ മണ്ടേലയും ഗാന്ധിജി തങ്ങളിലുണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ച് അന്ന് തന്നെ പറയുന്നുണ്ട്. ഇരുവരെയും സ്വാധീനിച്ച ഗാന്ധി ഇവരെ പോലെ ലോകം അറിഞ്ഞ വ്യക്തിത്വമായിരുന്നില്ല എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ യാഥാർത്ഥ്യത്തോട് ഒട്ടുമേ ചേർന്നു നിൽക്കുന്നതല്ല. 1982 മുമ്പ് ഗാന്ധിജി ലോകരാജ്യങ്ങളാൽ എപ്രകാരം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി നമുക്ക് നോക്കാം. 1930 മാൻ ഓഫ് ദി ഇയർ ആയി ടൈം മാഗസിൻ തെരഞ്ഞെടുത്തത് ഗാന്ധിജിയെയായിരുന്നു. 1931 ജാനുവരി 5 ഇറങ്ങിയ ടൈം മാഗസിന്റെ കവർ ചിത്രവും ഗാന്ധിജിയായിരുന്നു. കൗമാരകാലത്ത് തന്നെ നാസിപ്പിടിയിലായ ജൂത പെൺകുട്ടി ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ ലോക ശ്രദ്ധയാകർഷിച്ചതാണ്. ആ ഡയറി കുറിപ്പിലും കാണാം ഗാന്ധിജിയുടെ സ്വാധീനം. 1937 1948 ഇടയിൽ 5 തവണയാണ് ഗാന്ധിജിയെ നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. നൊബേൽ കമ്മിറ്റിയുടെ അന്നത്തെ മാനദണ്ഡങ്ങൾ അദ്ദേഹത്തിന് സമ്മാനം കിട്ടുന്നതിന് തടസ്സമായി. എന്നാൽ പിൽക്കാല നൊബേൽ കമ്മിറ്റി ഇതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 1939 ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയെ കുറിച്ച് വാക്കുകൾ ഇങ്ങനെയാണ്: രക്തവും മാംസവുമുള്ള ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നുവെന്ന് 1000 വർഷങ്ങൾക്ക് ശേഷം ലോകത്തിന് അവിശ്വസനീയമായിരിക്കും. ഓർക്കണം, ഐൻസ്റ്റീൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് 1939 റിച്ചാർഡ് ആറ്റൻബറയുടെ ഗാന്ധി സിനിമ ഇറങ്ങുന്നതിനും 43 വർഷം മുമ്പ്. ഇനി മറ്റൊരു സിനിമയെ കുറിച്ച് പറയാം. 1982 ഗാന്ധി സിനിമയ്ക്ക് മുമ്പേ മഹാത്മാഗാന്ധിയെ കുറിച്ച് ഇറങ്ങിയ ഒരു വിദേശ സിനിമയെ കുറിച്ച്. 1953 ഈ വിദേശ സിനിമ ഇറങ്ങുന്നത്. പേരിങ്ങനെയാണ്: മഹാത്മാഗാന്ധി 20th സെഞ്ച്വറി പ്രൊഫറ്റ്. 1969 ഗാന്ധിജിയുടെ ജന്മശതാബ്ദി ആയപ്പോഴേക്കും 40 രാജ്യങ്ങൾ അദ്ദേഹത്തെ ആദരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. 1982 മുമ്പേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഗാന്ധി പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു. കാലിഫോർണിയയിലെ ഗാന്ധി വേൾഡ് പീസ് മെമ്മോറിയൽ 1950 ബെൽജിയത്തിലെ ബ്രസൽസിൽ 1969 ഇത്തരത്തിൽ ഗാന്ധി പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ലണ്ടനിലെ ഗാന്ധി പ്രതിമ 1968 അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹാരൾഡ് വിൽസൺ ആണ് സ്ഥാപിച്ചത്. ഗാന്ധിജിക്ക് ലോക സമൂഹത്തിൽ ഉണ്ടായിരുന്ന സ്വാധീനവും അംഗീകാരവും സംബന്ധിച്ച് യാഥാർത്ഥ്യത്തോട് പുലബന്ധം പോലും ഇല്ലാത്ത അഭിപ്രായ പ്രകടനങ്ങളാണ് ABP ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ നരേന്ദ്രമോദി നടത്തിയത്. രാജ്യത്തെ പ്രധാനമന്ത്രി ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് ഇരിക്കുന്ന പദവിക്ക് ചേർന്നതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. മറ്റൊരു വിഷയത്തിലുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.